ഒരു ജൻസി വിപ്ലവമോ കടുത്ത ഒരു ജനകീയ പ്രക്ഷോഭമോ ഇനി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഒരു ജനകീയ അട്ടിമറി ഇന്ത്യയിൽ ഉണ്ടാകണം എന്ന് ഏറെ ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് കേരളത്തിലാണ്. കേരളത്തിലെ കുറെ ജിഹാദി കുഞ്ഞുങ്ങളും പാകിസ്ഥാൻ സപ്പോർട്ടോടുകൂടി ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് കൂറ് അവിടെയുമായി ജീവിക്കുന്ന കുറെ ആളുകൾ. പിന്നെ അതിന് കാരണം ഏറ്റവും കൂടുതൽ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ന്യൂനപക്ഷ മതക്കാർ കേരളത്തിലാണുള്ളത് എന്നതുകൊണ്ട് മാത്രമാണ്. നരേന്ദ്രമോദിയുടെയും BJP-യുടെയും തകർച്ച കാണാൻ ഏറെ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. എന്നാൽ ഒരു ഇലക്ഷനിലൂടെ നരേന്ദ്രമോദിയെ തോൽപ്പിച്ച് താഴെ ഇറക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമാണെന്ന് അവർക്ക് എല്ലാം കൊണ്ടും മനസ്സിലായി. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു ജൻസി വിപ്ലവമോ ഒരു കലാപമോ അവർ കൊതിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ആ റാഡിക്കൽ മതയോളികൾ അത് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യമുണ്ടല്ലോ, അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: ഹിന്ദുക്കൾ പൂർണ്ണ അധികാരത്തോടെ ഇന്ത്യ ഭരിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അത് തന്നെയാണ് കാരണം. അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഹിന്ദുക്കളെ അവർക്ക് വലിയ ഇഷ്ടമാണ്, വലിയ മതിപ്പുമാണ്. അവരെ സെക്യുലർ എന്ന പദവി നൽകി അവർ ആദരിക്കുകയും ചെയ്യും. അതിൽ നിൽക്കാത്തവർ അവരെ സംബന്ധിച്ചിടത്തോളം സംഖ്യകളാണ്, വെറുക്കപ്പെട്ടവരാണ്. നരേന്ദ്രമോദിയും BJP-യും ഇന്ത്യയുടെ അധികാരത്തിൽ നിന്നും സ്ഥാനഭ്രഷ്ടരായി പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു കൂട്ടർ ഉള്ളത് ഇന്ത്യക്ക് പുറത്താണ്. അമേരിക്ക, തുർക്കി, പാകിസ്ഥാൻ, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാം ആ ശ്രേണിയിൽ വരും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താളത്തിന് തുള്ളുകയും എന്തു തോന്നിവാസവും ഇന്ത്യക്ക് അകത്ത് കാണിക്കുവാൻ ഇന്ത്യയുടെ ഗേറ്റുകൾ മലർക്കെ തുറന്നിട്ട് കൊടുക്കുന്ന അതേപോലെയുള്ള സർക്കാരുകളെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നതും അങ്ങനെയുള്ളവരായിരുന്നു. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിൽ പിന്നെ അവർക്ക് ഇതിനൊന്നും സാധിക്കുന്നില്ല. അവരാണ് പിന്നെയുള്ള ഒരു കൂട്ടർ. ധ്രുവ റാത്തിയും പാറ്റ പാർട്ടിയും ഒക്കെ മുകളിൽ പറഞ്ഞ രണ്ടു കൂട്ടർക്കും വലിയ ആവേശം ജനിപ്പിക്കുന്ന കാര്യവുമാണ്. ഇവരൊക്കെ കാരണം ഇന്ത്യയിൽ ഒരു ജൻസി വിപ്ലവം ഉണ്ടാകുമെന്നും മോദിയും BJP-യും അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെടുന്നു എന്നെല്ലാം ഒരിക്കലും തലപൊക്കാനാകാത്ത വിധത്തിൽ BJP-ക്കാരെ കൂട്ടക്കൊല ചെയ്യാം, അല്ലെങ്കിൽ ഹിന്ദുക്കളെ മുഴുവൻ പണ്ട് ചെയ്തതുപോലെ കൊന്നു തീർക്കാം എന്നവർ സ്വപ്നം കാണുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ വല്ല പരിപ്പും ഇന്ത്യയിൽ വേവും എന്ന് കരുതുന്നവരോട് ഒന്നേ പറയാനുള്ളൂ: അത് നടക്കുന്ന കാര്യമല്ല. ഇഫ് യു ആർ ബാഡ്, മോഡി ഈസ് യുവർ ഡാഡ്. അധികാരത്തിൽ കയറി മോദിയെ ആദ്യം ചെയ്തത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ശുദ്ധീകരിക്കുക എന്ന ഹെർക്കുലീസിയൻ പദ്ധതിയാണ്. 2016 നോട്ട് നിരോധനം ഓർമ്മയുണ്ടല്ലോ. അതിന്റെ കരച്ചിലും അതിന്റെ വിഷമങ്ങളും ഒന്നും ആർക്ക് ഇതുവരെ തീർന്നിട്ടില്ല. അതിന്റെ പ്രധാന നീക്കമായിരുന്നു ഒരൊറ്റ മിഷൻ വിജയകരമായി പൂർത്തിയാക്കിയതോടെ കാശ്മീർ ഒതുങ്ങി, മാവോയിസ്റ്റുകൾ ഒതുങ്ങി, വ്യാജ കർഷകർ ഒതുങ്ങി, ആസാം ഒതുങ്ങി, ബംഗാൾ ഒതുങ്ങി, പാകിസ്ഥാനിലെ തീവ്രവാദികൾ വരെ ഒതുങ്ങി. സാമ്പത്തിക രംഗത്തെ വല ഓരോ ദിവസവും ഇന്ത്യ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. 500-ന്റെ ഒരു കെട്ട് നോട്ട് നിങ്ങളിപ്പോൾ പബ്ലിക്കായി പ്രദർശിപ്പിച്ചാൽ നിങ്ങളിൽ ഒരു കുഴപ്പക്കാരനാണ് എന്ന ബോധ്യത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിൽ സർക്കാർ വിജയിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ജൻസി വിപ്ലവങ്ങൾ ഉണ്ടായതുപോലെ ഇന്ത്യയിൽ ഉണ്ടാകാത്തതിന് കാരണം ഈ സാമ്പത്തിക നിയന്ത്രണം തന്നെയാണ്. ഏത് ലഹളയും വിപ്ലവത്തിന്റെയും വിജയകരമായ അടിസ്ഥാനം പണം മാത്രമാണ്. പുറത്തുനിന്നും അകത്തുനിന്നും അതിന്റെ ഒഴുക്ക് നിർത്തിയാൽ തന്നെ ലഹളയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഒതുങ്ങും. അത് വിട്ട് പുറത്തു വരുന്ന പാറ്റകളെ പാഠം പഠിപ്പിക്കാൻ ഇവിടെ വെടിയുണ്ടയും അല്ലെങ്കിൽ ലാത്തിയും ഒന്നും വേണ്ട. ഇവിടുത്തെ ജനങ്ങൾ തന്നെ വിചാരിച്ചാൽ മതി. അവർക്കും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മനസ്സിലായി തുടങ്ങി. ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം ആര് ഭരിക്കണം, ആരാണ് ഇവിടെ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരായവർ എന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ലതുപോലെ നല്ല ബോധ്യവുമുണ്ട്. ഇപ്പോ ഈ പാറ്റ പാർട്ടിയുടെ ഫോളോവേഴ്സിൽ ഏതാണ്ട് ഒരു 60% പാകിസ്ഥാനികളും ബാക്കി 30% മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം ഭീകരവാദികളും ഒരു 9% വരുന്ന ഇന്ത്യയിലുള്ളവരും മാത്രമാണ് അതിനകത്ത് ഉള്ളത്. ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് ഇവിടെ ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 20 കോടി ആൾക്കാർ മുസ്ലിങ്ങളായിട്ടുള്ള ഇന്ത്യയിൽ ഒരു 2 കോടി ആൾക്കാരുടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കാനൊന്നും ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഈ മലയാളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് പോലെ പെട്ടെന്ന് തുടങ്ങി അതിന്റെ പിറ്റേ ദിവസം തന്നെ 2 കോടി ആൾക്കാർ ഫോളോവേഴ്സ് ഉണ്ടായി എന്നൊക്കെ പറയുന്നത് അത് ഇത് ഉണ്ടായ തൊട്ടു പുറകെ തന്നെ
കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അറിയുകയും കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച വരെ റെക്കോർഡ് ചെയ്തു വെച്ച പോലെ കൊണ്ടുവന്ന് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇതിലെ ശരിയായ ഉള്ളുകള്ളികൾ, ഇതിനകത്ത് ആരൊക്കെയാണ് ഇതിനകത്ത് ആലോചനകൾ നടത്തി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കാര്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നുവെന്ന് സാധാരണപ്പെട്ട എല്ലാവർക്കും അറിയാം. ഇവരോടൊക്കെ പറയാനുള്ള ഒരേ ഒരു വാക്കേ ഉള്ളൂ, ഈ പരിപ്പ് ഇവിടെ വേവില്ല.